എല്ലാവർക്കും നമസ്കാരം. കടലച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പീനട്ട് ഗ്രാസിനെ കുറിച്ച് പറയുന്ന ചെറിയ ഒരു വീഡിയോയാണ് ഈ ചെയ്തിട്ടുള്ളത്. കടലച്ചെടി പ്രൂൺ ചെയ്ത് ഒരു വർഷം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാതെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് പുല്ല് വെട്ടുന്ന മെഷീൻ കൊണ്ട് വെട്ടിക്കളയാണ് ചെയ്യുന്നത്. അത് ശരി. വെട്ടിക്കളഞ്ഞിട്ട് കുറച്ച് ഇത് ഇപ്പോൾ വെട്ടാൻ എന്താണ് കാരണം? അതായത് ഇപ്പോൾ ഫ്ലവർ കഴിഞ്ഞു തുടങ്ങിയോ? ഫ്ലവർ കഴിഞ്ഞ് ഇത് ഒരുപാട് വലിപ്പം നീണ്ട് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പൂക്കൾ കുറയും. പിന്നെ മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ട് ചെറിയ ആയിട്ട് തളുത്ത് രണ്ടാമത് ഒരു മാസം കൊണ്ട് ഇതുപോലെ തന്നെ ആവും. ഒരു മാസം 1.5 മാസം കൊണ്ട് ഇതുപോലെ തന്നെ ആവും അത്. അത് ശരി. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ കുറച്ച് കോഴിക്കാട്ടം ഇതിലവിടെ നിരത്തി ഇതിലൂടെ ഇട്ട് കൊടുക്കും. അത് മാത്രമേ ഒരു വളം ചെയ്യലുള്ളൂ. പിന്നെ അത് അതിന് മേളിൽ പിന്നെ ഇങ്ങനെ വെതറി കൊടുത്തിട്ട് പിന്നെ വെള്ളം നനച്ചാൽ മതി അല്ലേ? അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചേർത്ത് ഒന്ന് കാണിക്കണം സാറേ, ഒന്ന് എല്ലാവർക്കും അറിയാത്തവർക്കൊക്കെ ഒന്ന് അടി ചേർത്ത് വെട്ടി കൊടുക്കണം അല്ലേ? സാധാരണ പുല്ല് വെട്ടുന്ന പോലെ തന്നെ. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടും പാടത്തെ തോമസ് സാറിൻ്റെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഈ ഗാർഡനിൽ നിന്നും ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത്ര നിലം ചേർത്താണ് ഇത് വെട്ടി കൊടുക്കേണ്ടത് അല്ലേ? ഇത് ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ പഴയ തണ്ടുകൾ കിടന്നിട്ട് അതിൽ പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന ശക്തി കുറയും. അപ്പോൾ ഇത് പറ്റ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് വളമൊക്കെ ഇടുവാണെങ്കിൽ പിന്നെ പതുക്കെ മുളച്ച് വരുമ്പോൾ അത് നല്ല കരുത്തുണ്ടാവും, നിറയെ പൂക്കളുണ്ടാവും. ഇതിപ്പോൾ വർഷത്തിൽ ഞാൻ എത്ര വർഷമായി ഇത് നട്ടിട്ട്? 8 വർഷമായതാണ് പ്ലാന്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു വർഷത്തിൽ എല്ലാ വർഷത്തും ഓരോ പ്രാവശ്യം ഞാൻ വെട്ടിക്കൊടുക്കലുള്ളൂ. ചിലർ 2 പ്രാവശ്യം വെട്ടിക്കൊടുത്തിട്ട് ആപ്പാടെ കയ്യിൽ ലേശം കോഴിക്കാട്ടം ഇട്ട് കൊടുക്കും. പിന്നെ ചിലപ്പോൾ ലേശം യൂറിയോ. എങ്ങനെ ഇത് കട്ട് ചെയ്താൽ അപ്പം തന്നെ ഇടാം? വെട്ടി ചെയ്ത് ഒന്ന് ചീഞ്ഞ് കഴിഞ്ഞിട്ട് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ ലേശം കോഴിക്കാട്ടം, ഈ വെട്ടിയിട്ടതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് അളിഞ്ഞ് കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കോഴിക്കാട്ടം ഇട്ട് കൊടുക്കും. ആട്ടുകാഷ്ണം പറ്റുമോ? ചാണകപ്പൊടിയൊക്കെ? ചാണകപ്പൊടി ഇടാതിരിക്കാൻ നല്ലത്. ചാണകപ്പൊടിക്കകത്ത് ഈ പുല്ലിന്റെ വിത്തുണ്ട്, നിറയെ പുല്ല് മുളയ്ക്കും. അതിനകത്ത് കള കൂടുതലുണ്ടാവും. ആട്ടുംകാട്ടം പിന്നെയും കുഴപ്പമില്ല. ഇച്ചിരി കോഴിക്കാട്ടം മതി, എത്ര മതി അതിനാ. വെള്ളപ്പോഴും വേണമെങ്കിൽ ഇച്ചിരി യൂറിയോ ലേശം ഈ മറ്റേ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞ മഗ്നീഷ്യം, അതിന് ചിലപ്പോൾ ഇലക്കൊക്കെ ഈ മഞ്ഞ നിറം ഉണ്ടെങ്കിൽ ലേശം മഗ്നീഷ്യം ഇട്ട് കൊടുത്താൽ നല്ല പച്ച നിറപ്പിൽ വരും. അതൊക്കെ ഇടലുള്ളൂ. അതല്ലേ, അപ്പം നിറച്ച് ഫ്ലവറും ആവും, നല്ല ഗ്രീൻ ആയിട്ട് ഇങ്ങനെ ലീഫ്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വട്ടം ചെയ്യലുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അതിനും എന്തെങ്കിലും ഫംഗസൈഡ് കോണ്ടാൽഫ് ഒക്കെ അടിക്കലുണ്ട്. കോണ്ടാൽഫ് അല്ലേ? ബോഗൻവില്ല പ്ലാന്റ്സുകൾ ഫ്ലവറിനായിട്ട് പ്രൂൺ ചെയ്ത് ഭംഗിയാക്കി നിർത്തേണ്ട സമയമാണ്. സാറിത് പ്രൂൺ ചെയ്തിട്ടില്ല. ഉടൻ തന്നെ പ്രൂൺ ചെയ്യുന്ന ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബോഗൻവില്ല പ്രൂൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫ്ലവറിങ്ങിനായിട്ട് എന്തൊക്കെ ഫെർട്ടിലൈസറാണ് നൽകേണ്ടത്, റീപോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നതാണ്.